ഇന്നത്തെ കുടുംബശ്രീ ശാഖയുടെ ഫുൾ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പപ്പി മോളും സത്യമോളും കൂടെ ചേർന്ന് ഈ മധുശ്രീയുടെ കല്യാണ ആലോചന അതിന് പിറകിലുള്ള ആ ഒരു ബാഡ് ഗേൾ ആയത് സുസ്മിത തന്നെയാണെന്ന് കണ്ടുപിടിച്ചിരിക്കുവാണ്. കാരണം സുസ്മിത ഈ ബ്രോക്കറുമായിട്ട് വിഷ്ണു അച്ഛന് വേണ്ടിയിട്ടുള്ള കല്യാണം ആലോചിക്കുന്ന ബ്രോക്കറുമായിട്ട് ഈ പറയുന്ന നമ്മളെ കാട്ടിക്കൊണ്ട് നമ്മളെ തള്ളിക്കളഞ്ഞ ഈ ആൻറ്റിക്ക് എന്താ ബന്ധം എന്നത് അന്വേഷിച്ച് സുസ്മിതയുടെ വണ്ടിയുടെ പിറകെ തന്നെ മധുശ്രീയുടെ വീട് തേടി പോയിരിക്കുകയാണ് നമ്മുടെ രണ്ട് കുഞ്ഞുങ്ങളും. സത്യഭാമ എന്തൊക്കെ മുതൽ കെട്ടി അടച്ചാലും, സത്യഭാമ ഇനി ഫോൺ തകർത്ത് വെച്ചാലും, ഫോൺ പറ്റത്തില്ല വെച്ചാലും അതിനെല്ലാം കടന്നുള്ള ടെക്നോളജിയും കണ്ടുപിടിച്ചുകൊണ്ടാണ് അവർ അതിൻ്റെ പാട്ടിനായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അവർ നടത്തത്തില്ല എന്ന് വിഷ്ണുവിൻ്റെ കല്യാണത്തിന് ഒരു ഉറപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരത് നടത്താതിരിക്കാൻ ഏതറ്റം വരെ പോകാനും, ഇനി വീട്ടുകാരെ അടിച്ചാലും ശരി തല്ലി കൊന്നാലും ശരി, ആ കുട്ടികളുടെ മനസ്സിൽ ആ നിഷ്കളങ്കതയ്ക്ക് അവർക്ക് മനസ്സിൽ തോന്നുന്ന സത്യമെന്ന് ചെയ്യണമെന്ന് തോന്നുന്ന കാര്യം അവർ ചെയ്യാനായി തുനിഞ്ഞിറങ്ങുന്നതാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ വലിയൊരു ഹൈലൈറ്റ്. അതിനേക്കാളും വലിയൊരു പമ്പര സംഭവം എന്ന് പറയുന്നത് നമ്മുടെ സത്യഭാമ ശാലിനിയെക്കാളും നല്ലൊരു പെണ്ണ്. ശാലിനിക്കൊന്നും ഈ കുടുംബത്തിൽ കയറി വരാൻ അന്തസ്സില്ല. കാരണം സത്യഭാമയുടെ കുടുംബം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിവില്ലാത്തവർ കയറി വരാൻ പാടില്ല എന്ന് പറഞ്ഞെങ്കിൽ സത്യഭാമ കണ്ടുവച്ചിരിക്കുന്ന പെണ്ണായ മധുശ്രീ എന്ന് പറഞ്ഞാൽ മധുശ്രീ ആണെങ്കിലും തേൻ എന്നാണ് മധുവിൻ്റെ പേര്. പക്ഷേ മധുവിനേക്കാളും കൂടുതൽ പുള്ളിക്കാർക്ക് ഇഷ്ടം കള്ളാന്ന് തോന്നുന്നു. മധ്യശ്രീ എന്നായിരുന്നു വെക്കേണ്ടത് ആവശ്യം പേര്. ആ ഒരു മധ്യശ്രീയാണ് സത്യഭാമ ഈ കണ്ടുപിടിച്ചിരിക്കുന്ന സത്യഭാമയുടെ കുടുംബത്തിൽ ചേർന്ന ഒരു അടിപൊളിയായ മരുമോൾ എന്ന് പറയുന്നത്. അപ്പം നമുക്കിത് എപ്പിസോഡിൻ്റെ ഡീലർ റിവ്യൂ നോക്കാം. അപ്പോൾ ഇന്ന് എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന സ്കൂളിൻ്റെ എന്താണ് വാഷ്റൂമിലേക്ക് പോകണം എന്നിട്ട് മിസ്സിൻ്റെ അത് ചോദിച്ചിട്ട് വാഷ്റൂമിൽ പോയി എന്താണ് നമ്മുടെ ആദ്യം തന്നെ നമ്മുടെ പപ്പിമോൾ പോകുന്നുണ്ട്. എന്നിട്ട് ചോക്കുണ്ട് എന്താണ് ബാത്റൂമിൻ്റെ കഥവിലേക്ക് എഴുതിയിടുന്നുണ്ട് സത്യയെ വീട്ടിൽ വരണം സംസാരിക്കണം എന്ന് പറയുന്നതാണ്. അപ്പോൾ അതിനുശേഷം എന്താണ് സത്യയെ പോയി നോക്കിയിട്ട് ആദ്യം ഒന്നും കാണുന്നില്ല. പിന്നെയാണ് ബാത്റൂമിൻ്റെ കഥവി എഴുതിയിട്ടിരുന്ന് കാണും. പപ്പി എന്തിനായിരിക്കും വീട്ടിൽ വരണം എന്ന് പറഞ്ഞത്, സംസാരിക്കണം എന്ന് പറഞ്ഞത് എന്നിട്ട് ആ ബോർഡിനകത്ത് എഴുതിയിട്ട് ആ ബാത്റൂമിൻ്റെ കഥവിൽ എഴുതിയിട്ട് ആ തകടിൽ എഴുതിയിട്ടതെല്ലാം മായ്ച്ച് കളഞ്ഞിട്ട് നേരെ ക്ലാസ് റൂമിൽ പോയി ഇരിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവർ തമ്മിൽ സംസാരിക്കാൻ ഇനി ടീച്ചർ വിലക്കിയാലും അവർ സംസാരിക്കാനുള്ള മാർഗ്ഗം നമ്മുടെ പപ്പി മോളും സത്യമോളും ഒരു ചോക്ക് പീസ് മാത്രം മതി കുട്ടികൾക്ക് സംസാരിക്കാൻ. അപ്പോഴത്തേക്ക് അവർ ആ കാര്യം പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ സത്യ ക്ലാസ് എന്നിട്ട് എന്താണ് പപ്പി മോളെ നോക്കിയിട്ട് ഒരു ഓക്കെ എന്ന് തംസ് അപ്പ് കാണിക്കുന്നു. ഇതൊന്നും നമ്മുടെ മണ്ടിയായ ടീച്ചർ ഇതുവരെ കണ്ടിട്ടുമില്ല. ടീച്ചറിനെ പറ്റിച്ചവരിരിക്കുക. പിന്നെ കാണിക്കുക സത്യഭാമയുടെ വീടാണ്. സത്യഭാമ എന്താണ് ഇങ്ങനെ കാത്തിരിക്കുവാണ്. എന്താണ് ഈ വിജയകുമാർ എന്ന് പറയുന്ന ആ ബ്രോക്കർ, കല്യാണ ബ്രോക്കർ വരാനായിട്ട് കാത്തിരിക്കുകയാണ്. കാരണം ക്ഷമയെന്ന് പറയുന്നത് ഒരു ജീവിതകാലത്തിനകത്തും ഇല്ല. അടുത്തതിൻ്റെ ജീവിതം മുടക്കുന്ന കാര്യമൊന്നും പറയുന്നത് മാത്രമേ ഉള്ളൂ. സത്യഭാമയ്ക്ക് എന്താണ് അത് നോക്കി നിന്ന് ആസ്വദിക്കാനേ ഉള്ളൂ, ഇത്രമാത്രം ക്ഷമയുള്ളൂ. ബാക്കി എല്ലാ കാര്യത്തിന് ആ ഒരു ധൃതി മാത്രമേ ഉള്ളൂ സത്യഭാമയ്ക്ക്. രാഘവട്ടെ എപ്പോഴും പറയാറില്ലേ, ഭാമി നിനക്ക് എന്തിനാ ഇത്ര ധൃതി, മറ്റുള്ളവർ എല്ലാ കാര്യത്തിനും ഇത്ര ധൃതി കാണിക്കുന്ന ഭാമ ഇപ്പം അറിയുന്നില്ല സത്യഭാമ ഈ ഇത്രയും ധൃതി കാണിക്കുന്നത് തനിക്കും തൻ്റെ ജീവിതവും നശിപ്പിക്കാനുള്ള ഒരു കുഴി, വലിയൊരു കുഴി തോണ്ടാൻ സുസ്മിതയുടെയും കൂടെ കൂട്ട് നിൽക്കുന്ന രീതിയിൽ മധുശ്രീയെ കൊണ്ട് വീട്ടിൽ കയറ്റാനുള്ള കുഴി വലുതായിട്ട് തോണ്ടിപ്പിക്കുന്ന എത്ര വേഗം നടക്കും എന്നുള്ളതിൻ്റെ കാത്തിരിപ്പിനകത്താണ് പുള്ളിക്കാരി. ഇതൊന്നും അറിയുന്നില്ല. നമ്മുടെ പപ്പിമോള് മേളിൽ നിന്ന് അച്ചമ്മയെ നോക്കും. ഓ അച്ചമ്മ ഇവിടെ തന്നെ ഇരിക്കുമോ, ഞാൻ എങ്ങനെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങും, എന്ത് പറഞ്ഞിറങ്ങാൻ. സത്യയുടെ ആണെങ്കിൽ വീട്ടിൽ വരാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മുടെ പപ്പിമോൾ നോക്കി നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ പപ്പിമോൾ എന്താണ് വിജയകുമാർ വരുന്നത് കാണുന്നില്ല. അപ്പോഴത്തേക്കും നമ്മുടെ പിള്ളയെ വിളിക്കുന്നുണ്ട്. പിള്ളെ അവർക്ക് ഇത്ര നേരം വരാനായില്ലേ, ഒരു കാര്യനിഷ്ഠ ഒരു കാര്യബോധം ഇല്ലാത്ത ആൾക്കാരാണല്ലോ എന്ന് വന്നിട്ട് ഈ വിജയകുമാറിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോഴത്തേക്കും കറക്റ്റ് വിജയകുമാർ കയറുന്നത് സോറി 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 സത്യഭാമേ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ തിരക്കുകളുണ്ടായിരുന്നു. അപ്പം എല്ലാ തിരക്കുകളെക്കാളും പ്രാധാന്യം ഇവിടുത്തെ കാര്യത്തിന് വേണം വിജയകുമാറെ കൊടുക്കാൻ, ഇവിടുത്തെ കാര്യത്തിന് മുൻഗണന. അത് പിന്നെ പറയേണ്ട ആവശ്യമില്ല, ഇവിടുത്തെ കാര്യം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ എനിക്ക് ഈ ലോകത്തിൽ ഏത് കാര്യമായാലും. എന്തുവാ ഈ കാര്യങ്ങളൊക്കെ, അത് പിന്നെ എല്ലാ കാര്യവും ശരിയാണ്. പക്ഷേ അവർക്ക് ചെറിയൊരു ആശങ്കയുണ്ട്. എങ്ങനെയാണ് സത്യാമ്മയോട് പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. എടോ താൻ പറയടോ, ആശങ്കയൊക്കെ കല്യാണത്തിനൊക്കെ മുന്നേ തന്നെ പറഞ്ഞ് തീർക്കേണ്ടതേ ആവശ്യം, അല്ലാതെ അത് മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എങ്ങനെ മനസ്സിലാക്കാനാ അതെന്ന് പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഈ അവർ വലിയ കുടുംബക്കാരാണ്. അവർ പറയുന്നത് എങ്ങനെയാണ് ഈ സാധാരണ പെണ്ണ് കാണാൻ പെണ്ണിൻ്റെ വീട്ടിലേക്കല്ലേ പോകേണ്ടത്, ഇതെന്താ ഇങ്ങോട്ടേക്ക് വരുന്നത് എന്നതാണ് ശിവൻകുട്ടിയേടൻ ചോദിക്കുന്നത്. അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റുമെന്നാണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. സത്യഭാമ താഴേക്ക് ഇറങ്ങാറില്ല എന്നുള്ള കാര്യം തനിക്കറിയത്തില്ലേ വിജയകുമാറെ. സത്യഭാമ അങ്ങോട്ടേക്ക് ഇറങ്ങിച്ചെന്ന് കാണുന്നതായിട്ടുള്ള ചരിത്രമൊന്നും ഇന്ന് വരെ ഇല്ല. സത്യഭാമയുടെ നിലയ്ക്കും വിലയ്ക്കും ചേർന്നവരാണെങ്കിൽ സത്യഭാമ എന്താണെന്ന് മനസ്സിലാക്കണം. അയ്യോ അതൊക്കെ അവർക്കറിയാം, അതൊക്കെ ശിവൻകുട്ടിയായിട്ട് ഒരു പഴഞ്ചനാണെങ്കിലും അതുപോലെയല്ല കേട്ടോ മധുശ്രീ സത്യഭാമയുടെ വലിയൊരു ഫാനാണ്. മധുശ്രീ പറയുന്നത് ചെറുക്കൻ്റെ വീട്ടിൽ ചടങ്ങ് നടന്ന എന്താ, പെണ്ണിൻ്റെ വീട്ടിൽ ചടങ്ങ് നടന്നാൽ എന്താ, അതൊന്നും വലിയ കാര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പപ്പി മോൾ നേരെ എന്താണ് എന്തായാലും ഒരാൾ വന്ന് അയാളുടെ ശ്രദ്ധയിലേക്ക് അച്ഛമ്മ നിൽക്കുമ്പോഴത്തേക്കും ഇവിടുന്ന് എസ്കേപ്പ് ആവുന്ന എന്നിട്ട് സത്യമോളെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ പപ്പി മോൾ എന്താണ് മെല്ലെ താഴെ ഇറങ്ങി വന്നുമ്പോഴത്തേക്കും അച്ഛമ്മ ചോദിക്കും നീ എവിടെ പോകുന്നു എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ പുറത്ത് കളിക്കാൻ പോകും അച്ഛമ്മ എന്ന് പറയുമ്പോൾ
സത്യം പറയുന്നുണ്ട് പുറത്തൊന്നും കളിക്കാൻ പോകണ്ട, മണ്ണിനും ചെളിയിനകത്തൊന്നും കളിക്കണ്ട. നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു തെറ്റാണ്. കുട്ടികളെ മണ്ണിലും ചെളിയിലും കളിക്കാമെന്ന് പറഞ്ഞാൽ വീട്ടുമുറ്റത്താണെങ്കിൽ പോലും നമുക്ക് എല്ലാവർക്കും മടിയാണ്. പക്ഷേ അത് ചെയ്യുന്ന കൊണ്ട് നമുക്ക് എന്തുമാത്രം പിള്ളേർക്ക് എന്താണ് അതിൻ്റെ ന്യൂട്രീഷൻസ് കിട്ടാനുള്ള കാര്യങ്ങളുണ്ട്. കാരണം മണ്ണിൽ കളിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് അത്ര നല്ല രീതിയിൽ ഒരു തരംഗം പാസ്സാവും. ആ തരംഗം കൊണ്ട് നമ്മുടെ ശരീരത്തിന് നല്ലൊരു പോസിറ്റീവ് വൈബ് ഉണ്ടാകുന്നുള്ള കാര്യമാണ്. അത് നമ്മൾ മറന്നിട്ടാണ് ഇന്ന് മൊബൈൽ ഗെയിംസിലേക്ക് എടുക്കുന്നത്. ഇവിടെ സത്യാമ്മ കാണിച്ചു കൊടുക്കുന്നത് എന്താണ്, മക്കൾ മണ്ണിലൊന്നും പോയി കളിക്കേണ്ട, എന്നാ അച്ഛമ്മയുടെ ഫോൺ എടുത്തു, ആ ഫോണിനകത്ത് ഇഷ്ടംപോലെ ഗെയിംസ് ഉണ്ട്, ആ ഗെയിംസും കൊണ്ട് അകത്തിരുന്ന് കളിച്ചു കഴിഞ്ഞ് ഫോൺ കൊടുക്കുക. ഫോൺ കിട്ടിയപ്പോഴത്തേക്കും നമ്മൾ പപ്പിയമ്മക്ക് ഒരു സന്തോഷം. കാരണം ഈ ഫോണിൽ നിന്ന് എന്തായാലും സത്യയെ വിളിക്കാമല്ലോ എന്ന സന്തോഷം തന്നെ ഫോൺ കൊണ്ടുപോകുമ്പോഴത്തേക്കും ഈ ഫോൺ ഏതാ സത്യാമ്മയെന്ന് നമ്മുടെ പിള്ള വയ്ക്കുമ്പോഴത്തേക്കും ഇടോ അതെൻ്റെ പഴയ ഫോണാണ്, ഞാൻ പുതിയത് മേടിച്ചപ്പോഴത്തേക്ക് ഇത് മാറ്റാനൊന്നും കൊടുത്തില്ല, ഇത് കയ്യിൽ തന്നെ സിം ഇല്ലാന്നേ ഉള്ളൂ. ഈ സിം ഇല്ലാതെ എങ്ങനെ വിളിക്കാൻ പറ്റും എന്നെന്താണ് നമ്മുടെ പപ്പി മോൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോഴത്തേക്കും എന്താണ് എന്തോരം നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കും ഈ വിജയകുമാർ ഈ കല്യാണത്തിൻ്റെയും പെണ്ണിൻ്റെയും കാര്യമൊക്കെ തകർത്ത് പറയും. എൻ്റെ ചേച്ചിയമ്മയ്ക്ക് പകരം വരാൻ നിൽക്കുവാണെന്ന് പറഞ്ഞിട്ട് ചിന്തിച്ചുകൊണ്ട് ഈ ഫോട്ടോ എങ്ങനെയെങ്കിലും ഒപ്പിക്കണമെന്ന് വന്നാലും സത്യം പറഞ്ഞേ എങ്ങനെ ഈ ഫോട്ടോ ഒപ്പിക്കാനാണെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും വീണ്ടും താഴെ ഇറങ്ങി വരുമ്പോഴത്തേക്കും എന്താ എന്ന് പറഞ്ഞിട്ട് ഫോൺ തിരിച്ചങ്ങ് സത്യാമ്മയുടെ കൊടുത്തിട്ട് പറയുകയാണ്, ഞാൻ ഗെയിമൊക്കെ കളിച്ച് എനിക്ക് മതി എന്ന് പറയുന്നത്. പിന്നെ വീണ്ടും എന്താണ്, അതായത് സത്യാമ്മ പപ്പിമോൾ എപ്പോഴൊക്കെ വന്നാലും പപ്പിമോളുടെ പുറത്തുനിന്ന് കണ്ണെടുക്കാതെ എന്താണ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒന്ന് മിസ്സായതല്ലേ, അപ്പം ആ ഒരു ശ്രദ്ധ സത്യാമ്മ പുലർത്തുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ സത്യമോൾ എന്താണ് ഒരു എന്താണ് ചെറിയൊരു ടോപ്പും ഇതൊക്കെ ഇട്ട് എന്താണ് കറക്റ്റായിട്ട് എന്താണ് പപ്പിമോളുടെ വീട് തേടി അങ്ങ് വന്നു കഴിഞ്ഞു. വന്നിട്ട് എന്താണ് ആരെയും വിളിക്കാനും പറ്റത്തില്ല, പപ്പീനെ പുറത്ത് കാണുന്നുമില്ല, സത്യാമ്മ എന്നെ കണ്ട ഇവിടെ ഇട്ട് തല്ലി കൊല്ലാനേ ചാൻസ് ഉള്ളൂ, അതുകൊണ്ട് ആരെയും വിളിക്കാൻ പറ്റില്ല, എന്താ ഇപ്പം ചെയ്യുന്ന ഒരു വഴി എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോഴത്തേക്കും ബാക്ക് സ്റ്റെപ്പ് കാണണം. അപ്പം ബാക്ക് സ്റ്റെപ്പിൽ കൂടെ ടെറസിൽ കൂടെ കയറി കഴിഞ്ഞാൽ ചിലപ്പം എന്താണ് നമുക്ക് പപ്പിമോളെ കാണാൻ പറ്റുന്നതിന് കയറുമ്പോഴത്തേക്കും പപ്പിമോളും കറക്റ്റ് ആ ടെറസിനകത്ത് വന്ന് നിൽപ്പുണ്ട്. സത്യം ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പരസ്പരം അങ്ങോട്ടേക്ക് ഒരു ടെറസിനകത്ത് എന്താണ് ടെറസിൻ്റെ ഒരു ഭാഗത്തിലേക്ക് നമ്മുടെ സത്യമോളും ഇപ്പോഴത്തെ ടെറസിൻ്റെ അതായത് ഒരു ഗ്യാപ്പ് ഉണ്ട്, അപ്പുറത്തെ ഭാഗത്ത് എന്താണ് പപ്പിമോളും നിൽക്കുകയാണ്. അപ്പോൾ അവർ തമ്മിൽ കണ്ട് അപ്പോൾ ഇനി സംസാരിക്കാനായിട്ട് ഒച്ചടി സംസാരിക്കുമ്പോൾ പറയും, അയ്യോ പയ്യെ സംസാരിക്കും, ഇവിടെ അച്ഛനമ്മയുണ്ട്, ആരെങ്കിലും കേട്ട് കഴിഞ്ഞാൽ നമ്മളെ രണ്ടുപേരെയും തല്ലിക്കൊല്ലും എന്ന് പറയുമ്പോഴത്തേക്കും ഫോണിൽ സംസാരിക്കുമെന്ന് പറയുമ്പോഴത്തേക്കും പപ്പിയുടെ ഈ ഫോൺ ഇരിക്കുന്ന കണ്ടിട്ട് ഫോണിൽ സംസാരിക്കാന്ന് പറയുന്നത്. സത്യയുടെ കയ്യിൽ ഫോൺ ഉണ്ടല്ലോ, പറയുന്നത് ഫോണിൽ നിന്ന് സംസാരിക്കാൻ പറ്റത്തില്ല, ഇത് സിമ്മില്ല, പിന്നെ എങ്ങനെ നമ്മൾ സംസാരിക്കുന്നത് എന്ന് ആലോചിക്കുമ്പോൾ നമ്മുടെ സത്യമോൾ എന്താണ് അവിടെ കുറച്ച് രണ്ട് തീപ്പെട്ടിയുടെ എന്താണ് ആ മാച്ച് ബോക്സിൻ്റെ ആ ബോക്സും പിന്നെ ഒരു നൂലൊക്കെ കിടക്കുന്ന കാണുവാണ്. അപ്പോഴത്തെ നമ്മൾ അതിൻ്റെ കൂടെ എന്താണ് തീപ്പെട്ടി കത്തിച്ചിട്ട് എഴുതി എന്താണ് കത്തിച്ചിട്ടുള്ള കുറ്റി ഇടപെടും. നമ്മൾ ആദ്യം വേഗം ആ കുറ്റി എടുത്തിട്ട് എന്തെങ്കിലും ചുവരി എഴുതി കാണിക്കാനായിരിക്കും പോന്ന് വയ്ക്കുമ്പം അതൊന്നുമല്ല ചെയ്യുന്നത്, അവർ തീപ്പെട്ടി കൊണ്ട് ഫോൺ ഉണ്ടാക്കുകയാണ്. സത്യം നമ്മൾ തീപ്പെട്ടിയും നൂലും കൊണ്ടൊക്കെ ഫോൺ ഉണ്ടാക്കി അങ്ങോട്ടേക്ക് പപ്പിയും ഒക്കെ എറിഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ അതുകൊണ്ട് അവരെന്താണ് വിഷ്ണു അച്ഛൻ്റെ കല്യാണം ആലോചിക്കുന്ന ബ്രോക്കർ ഇവിടെ വന്നിരിക്കുവാണ്. അപ്പം അയാൾ എന്താണ് ഇന്ന് കല്യാണത്തിന് വേണ്ടി അങ്ങോട്ടേക്ക് വിഷ്ണു അച്ഛൻ്റെ പെണ്ണ് കാണുന്ന കാര്യമൊക്കെ പറയുന്നത്, എന്തോ ചെയ്യും നമുക്കറിയത്തില്ല, നമ്മൾ എങ്ങനെ മുടങ്ങും സത്യം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നീ ആ ഫോട്ടോ ഒപ്പിച്ചോ, ഫോട്ടോ ഞാൻ ഇപ്പോൾ എടുത്തുകൊണ്ട് വരാവേന്ന് പറഞ്ഞിട്ട് നമുക്കെന്നാൽ പുറത്തേക്ക് ഇറങ്ങാം. പുറത്തേക്ക് ഇറങ്ങാമെന്ന് പറയുമ്പോഴത്തേക്കും നേരെ ഇവരിങ്ങ് വന്ന് നിൽക്കുമ്പോഴത്തേക്കും ആ ഫോട്ടോയും കൊണ്ട് ഫ്രണ്ടിൽ നിന്ന് ഇറങ്ങണം. അപ്പോഴത്തേക്കും സത്യമോൾ പമ്മി വരുമ്പോഴത്തേക്കും നമ്മുടെ പപ്പിമോൾ അകത്തുനിന്ന് എന്താണ് ഇറങ്ങി വരാൻ പോകുമ്പോഴത്തേക്കും സത്യം വയ്ക്കുന്നത്, എന്തുവാ കൈ ഫോട്ടോ ഉള്ളത് കാണുന്നില്ല, വെള്ളം കുടിക്കാനാ അച്ഛമ്മ എന്ന് പറയുമ്പോഴത്തേക്കും അതാണോ എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോഴത്തേക്കും സത്യാമ്മയുടെ കണ്ണ് വെട്ടിച്ച് അപ്പോഴത്തേക്കും എന്താണ് നമ്മുടെ പപ്പിമോൾ പുറത്തിറങ്ങി. അങ്ങനെ പപ്പിമോളും സത്യമോളും കൂടെ അവിടെ പുറത്തിറങ്ങി നിൽക്കുമ്പോഴത്തേക്കാണ് ഈ എന്താണ് ബ്രോക്കർ തിരിച്ച് പുറത്തിറങ്ങാൻ നിൽക്കുന്നത്. ബ്രോക്കറെ കാണുമ്പോഴത്തേക്ക് ഇവരെന്ത് ചെയ്യണം, ആ ചെടിയുടെ ഇടയിൽ അങ്ങ് പതുങ്ങിയിരിക്കുവാണ്. അപ്പോഴത്തേക്ക് നമ്മൾ സത്യമോൾ പറയുവാണേ, ആ ഫോട്ടോ എൻ്റെ കൈ ഇരിക്കട്ടെ, ഇതാകുമ്പോൾ എനിക്ക് അമ്മയെ കാണിക്കല്ലോ. അയ്യോ അതങ്ങനെ ശരിയാവും, നിൻ്റെ അമ്മയെ കാണിച്ചാൽ അന്ന് നമ്മൾ കാട്ടി പോയിന് വഴക്ക് പറഞ്ഞല്ലേ, ആ ചേച്ചിയമ്മയുടെ ഫോട്ടോ വരയ്ക്കാൻ പോയിനല്ലേ എന്താണ് നമ്മൾ വഴക്ക് പറഞ്ഞത്, പക്ഷേ കല്യാണം മുടക്കുന്നതിനൊന്നും നമ്മൾ വഴക്ക് പറഞ്ഞിട്ടില്ലല്ലോ, നമ്മളത് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. നീ നിൻ്റെ അമ്മയെ കാണിച്ചു നോക്കും, നിൻ്റെ അമ്മ വലിയ ഓഫീസറല്ലേ സത്യ, അപ്പം ചിലപ്പം കണ്ടിട്ടുണ്ടെങ്കിലോ അറിയാമെങ്കിലോ എന്ന് പറയുന്നത്. എന്തായാലും ശാലിനിക്ക് മെല്ലെ ഇവളെ അറിയാവുന്നത് തന്നെ ആയിട്ട് വരും, കാരണം അത് ഞാൻ അടുത്ത എപ്പിസോഡിലേക്കുള്ള കാര്യമാണ്, അപ്പോഴത്തേക്ക് അത് ഞാൻ പറയാം. അപ്പോഴത്തേക്കും എന്താണ് സത്യയും പപ്പയും കൂടെ എന്താണ് തീരുമാനിക്കുന്നത്, നമുക്ക് ഈ അങ്കിളുടെ പിറകെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ആൻറ്റിയുടെ വീടും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഫോട്ടോ കണ്ട് നമ്മുടെ സത്യമോട് പറയുന്നത്, ഈ ആൻറ്റിയെ കണ്ടാലേ അറിയാം ആളൊരു ചീത്തയാന്നുള്ള കാര്യം അറിയാം, അതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി ചോദിക്കുമ്പോഴത്തേ അതൊക്കെ എനിക്ക് കണ്ടാൽ മനസ്സിലാവും എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും നമുക്ക് സമയം കളയണ്ട, നമുക്ക് വേഗം ആ ബ്രോക്കറിൻ്റെ പിറകെ പോയാൽ ഈ ആൻറ്റിയെക്കുറിച്ച് വല്ല വിവരമൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് അവർ നേരെ അങ്ങ് ബ്രോക്കറിൻ്റെ പിറകെ പമ്മി പോകുമ്പോഴത്തേക്കും ഈ ബ്രോക്കർ നേരെ പോയി ബ്രോക്കർ വരുന്നതും കാത്ത് നിൽക്കുന്ന ആരാന്നറിയാം, നമ്മുടെ സുസ്മിതയാണ് നിൽക്കുന്നത്. അപ്പോൾ സുസ്മിത അടുത്ത് പോയി ഈ ബ്രോക്കർ സംസാരിക്കുന്ന കാണുന്നത് ഈ പിള്ളേർ ഞെട്ടി നിൽക്കുകയാണ്. കാരണം അയ്യോ ഇത് ആ ആൻറ്റിയല്ലേ, ഈ ആൻറ്റി അല്ലേ അന്ന് എന്താണ് നമ്മുടെ മീൻപാറ കാട്ടി കൊണ്ടുവന്ന് പടം വരപ്പിച്ചിട്ട് ആ പടം കളഞ്ഞ് നമ്മളെ ഒരു ദിവസം കാട്ടി ഈ ആൻറ്റി കാരണമല്ലേ നമ്മൾ താമസിക്കേണ്ടി വന്നത്. ഈ ആൻറ്റി ഒരു ബാഡ് ഗേളാണ്, പന്ന ചേച്ചിയാണ്, ഈ ആൻറ്റി ഒരു പന്ന ആൻറ്റിയാണ്. ആ ആൻറ്റി കാരണമാണ് സത്യ അന്ന് ഒരു ദിവസം ഞാൻ രാത്രി വീട് വിട്ട് ഇറങ്ങി പോകേണ്ടി വന്നത്, ഈ ആൻറ്റിയാണ് ഞാൻ ഇവിടുത്തെ കുഞ്ഞല്ല എന്നൊക്കെ പറഞ്ഞതും എന്നെ വിഷമിപ്പിച്ചതൊക്കെ, ഈ ആൻറ്റി പന്ന ആൻറ്റിയാണ്. ശരിയാ,
ഈ ആൻറ്റിക്ക് അപ്പം നിൻ്റെ എന്താണ് വല്യച്ഛന് വേണ്ടിയിട്ടുള്ള പെണ്ണ് ആലോചിക്കുന്ന ആ ബ്രോക്കറായിട്ട് എന്താ ഇടപാട്, എന്തോ കാര്യമുണ്ട്, നമുക്ക് അവരെന്താ സംസാരിക്കുന്നത് ശ്രദ്ധിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും നോക്കുമ്പോഴത്തേക്കും എന്താണ്, എന്താ വിജയകുമാർ ഇത്രയും തന്നെ താമസം എന്ന് പറയുമ്പോഴത്തേക്കും മാഡം അവിടെ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ച് ധരിപ്പിച്ചിട്ട് വരണ്ടേ, അതിൻ്റെ താമസം എടുത്തത്. പിന്നെ സത്യാമ്മയുടെ മുന്നിലല്ലേ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ബോധിപ്പിക്കണ്ടേ. തീരുമാനിച്ചിരിക്കുന്നത് നാളെ 10:30 എന്താണ് പോയി പെണ്ണ് എന്താണ് ഇങ്ങോട്ടേക്ക് കാണാമെന്നാണ്. അപ്പം ഞാൻ മധുശ്രീയെ വിളിച്ചിട്ട് മധുശ്രീക്കാണെങ്കിൽ കോള് കിട്ടുന്നുമില്ല. അപ്പം ഇനിയിപ്പോൾ എങ്ങനെയാണ് മാഡം ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ എന്തായാലും അങ്ങോട്ടേക്ക് മധുശ്രീയുടെ വീട്ടിൽ പോകുന്നുണ്ട്. അങ്ങനെ മധുശ്രീയെ പോയി എന്താണ് നോക്കിയിട്ട് അവിടെ നേരിട്ട് കാര്യം സംസാരിക്കാൻ പറയുമ്പോഴത്തേക്കും വിജയകുമാർ പറഞ്ഞു, അപ്പം ഞാനിനി വിളിച്ച് പറയണ്ടല്ലോ മാഡം തന്നെ പറയത്തില്ലോ. അത് ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് എന്നാൽ താൻ വിട്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു വിടുന്നത് ഇവർ കേൾക്കണം. അപ്പം ഇവളെന്തായാലും മധുശ്രീയുടെ തേടിയാണ് പോകുന്നതെന്നുള്ള കാര്യം നമ്മുടെ കുട്ടികൾക്ക് മനസ്സിലായി. അപ്പോൾ ഉടനെ പറയുവാണ്, പപ്പി വാ നമുക്ക് ഈ ആൻറ്റിയുടെ കാറിൽ കയറി പോവാം. അപ്പം നമുക്ക് നേരെ ആൻറ്റി ആ പെണ്ണിൻ്റെ വീട്ടിലല്ലേ പോകും, നമുക്ക് അവരെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ വിവരം കിട്ടാതിരിക്കത്തില്ല, ഈ ആൻറ്റിക്ക് അവർക്ക് തമ്മിൽ എന്തോ ബന്ധവും നമുക്ക് മനസ്സിലാക്കാൻ വന്നിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ അങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ കാറിൻ്റെ ഡ്രൈവർ പുറത്ത് നിന്ന് ഫോൺ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സുസ്മിത കയറിയിട്ടില്ലല്ലോ. അങ്ങനെ സുസ്മിത കയറുന്നതിന് മുന്നേ തന്നെ നമ്മുടെ സത്യമോൾ എന്താണ് നമ്മുടെ പപ്പിമോളെ വിളിച്ചിട്ട് കാറിൻ്റെ ബാക്കിൽ എന്താണ് ഡിക്കി കയറാൻ പറയുമ്പോൾ, അയ്യോ ഡിക്കിയിലോ എനിക്ക് പേടിയാ സത്യം, ഞാൻ ഡിക്കിയിലൊന്നും കയറുന്നില്ല. പിന്നെ അല്ലാതെ ആൻറ്റി നിന്നെ ഫ്രണ്ട് സീറ്റിൽ കയറ്റി ഇരുത്തിക്കൊണ്ട് പോകും, ഇല്ലല്ലോ നീ മര്യാദയ്ക്ക് വാ, ഞാൻ നിൻ്റെ കൂടെ ഇല്ലേന്ന് പറഞ്ഞിട്ട് എന്താണ് ഡിക്കി തുറന്ന് ഡിക്കിയുടെ അകത്ത് കയറി പമ്മി ഇരിക്കുവാണ്. അപ്പോഴത്തേക്കും സുസ്മിതയും കാറിൻ്റെ അകത്ത് കയറി നമ്മൾ ഡ്രൈവറും കയറി കാറ് എടുത്തു കഴിഞ്ഞ്. അങ്ങനെ കാറും ഡിക്കിക്കകത്ത് സുസ്മിത അറിയാതെ ഈ കുട്ടികൾ രണ്ടുപേരും അവിടെ തന്നെ ഉണ്ട്. സുസ്മിത പോകുന്ന സ്ഥലവും തേടി തന്നെ ഈ മധുശ്രീ നേരിട്ട് എന്താണെന്നുള്ളത് ബോധ്യപ്പെടാൻ തന്നെയാണ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അവരിറങ്ങി തിരിച്ചാൽ പിന്നെ അത് നടത്തിയിട്ടേ വരത്തുള്ളല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മധുശ്രീയെ കാണിക്കുന്നത്. ഈ മധുശ്രീ ഫോൺ വിളിച്ചെടുക്കാത്ത വേറൊന്നുമില്ല, മധുശ്രീ കറക്റ്റായിട്ട് മധുശ്രീ അല്ല. മധുശ്രീ എന്ന് പറയുന്ന വ്യക്തി മധുവിനേക്കാളും കൂടിയ രീതിക്കകത്ത് എന്താണ് മദ്യശ്രീ ആയതുകൊണ്ട് മദ്യത്തിൻ്റെ സിഗരറ്റിൻ്റെ ലഹരിക്കകത്ത് അവിടെ എന്താണ് ഫോൺ പോലും മറന്നു വെച്ച് എന്താണ് ആസ്വദിച്ചുകൊണ്ട് മദ്യം കുടിച്ചുകൊണ്ടിരിക്കുന്നതാണ് സീൻ കാണിച്ചു നിർത്തിയിരിക്കുന്നത്. അതാണ് ഇന്നത്തെ സീരിയലിൻ്റെ എപ്പിസോഡിൻ്റെ റിവ്യൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുമോ? എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്